പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം വരം ബ്രഹ്മ വാസദം പുരതോ മമ. ശ്രീഗുരുവായൂരപ്പാ ശരണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഥ അഷ്ടമോऽധ്യായ. ബ്രാഹ്മണ ഉവാച സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരക ഏവ ച ദേഹിനാം യദ്യഥാ ദുഃഖം തസ്മാന്നേച്ഛേദ തദ്ബുധാ. ഗ്രാസം സുമൃഷ്ടം വിരസം മഹാന്തം സ്തോകമേവ വാ യദൃച്ഛയൈവാപതിതം ഗ്രസേതാ ജഗരോ ക്രിയാ. ശയിതാഹാനി ഭൂരീണി നിരാഹാരോനുപക്രമ യദി നോപനമേദ്ഗ്രാസോ മഹാഹിരിവദിഷ്ടഭുഗ്. ഓജസ്സഹോ ബലയുധം ബിഭ്രദ്ദേഹമകർമ്മകം ശയാനോ വീതനിദ്രശ്ച നേഹേതേന്ദ്രിയവാനഭി. മുനിപ്രസന്നഗംഭീരോ ദുർവിഗാഹ്യോ ദുരത്യയ അനന്തപാരോഹ്യക്ഷോഭ്യ സ്ഥിമിതോദ ഹിവാർണവ. സമൃദ്ധകാമോ ഹീനോ വാ നാരായണപരോ മുനി നോസ്സർപ്പേത ന ശുഷ്യേത സരിദ്ഭിരിവ സാഗര. ദൃഷ്ട്വാ സ്ത്രിയം ദേവമായാം തദ്ഭാവൈരജിതേന്ദ്രിയ പ്രലോഭിതപദത്യന്തേ തമസ്യഗ്നൗ പതംഗവദ്. യോഷിത് ഹിരണ്യാംബരണാംബരാധേ ദ്രവ്യേഷു മായാരജിതേഷു മൂഢ പ്രലോഭിതാത്മാ ഹ്യുപഭോഗബുദ്ധ്യാ പതംഗവന്നശ്യതി നഷ്ടദൃഷ്ടി. സ്തോകം സ്തോകം ഗ്രസേദ്ഗ്രാസം ദേഹോ വർത്തേത യാവദാ ഗൃഹാനഹിംസന്നാദിഷ്ടേത് വൃത്തിം മാതുകരിം മുനി. അണുഭ്യശ്ച മഹദ്ഭ്യശ്ച ശാസ്ത്രേഭ്യഃ കുശലോ നര സർവദഃ സാരമാദദ്യാത് പുഷ്പേഭ്യ ഇവ ഷഡ്പദാ. സായന്തനം ശ്വസ്തനം വാ ന സംഗൃണീതഭിക്ഷിതം പാണിപാത്രോദരാമന്ത്രോ മക്ഷികേവ ന സംഗ്രഹീ. സായന്തനം ശ്വസ്തനം വാ ന സംഗൃണീതഭിക്ഷുക മക്ഷിക ഇവ സംഗൃണ്ണൻ സഹതേന വിനശ്യതി. പദാപി യുവതിം ഭിക്ഷുർന സ്പൃശേദാരവീമഭി സ്പൃശൻ കരീവ ബധ്യേത കരിണ്യ അംഗസംഗതാ. നാദിഗച്ഛേത് സ്ത്രിയം പ്രാജ്ഞാ കർഹിജിത് മൃത്യുമാത്മനാ ബലാധികൈ സഹന്യേതാ ഗജൈരന്യർഗജോ യഥാ. ന ദേയന്നോപഭോഗ്യം ച ലുബ്ധേർയത് ദുഃഖസഞ്ചിതം ഭുങ്ക്തേ തദപി തച്ഛാന്യോ മധുഹേവാർത്ഥവിന്മധോ. സുദുഃഖോപാർജിതൈർവിത്തൈരാശാസാനാം ഗൃഹാശിഷ മധുഹേവാഗ്രതോ ഭുങ്ക്തേ യതിർവൈ ഗൃഹമേദിനാം. ഗ്രാമ്യഗീതം ന ശൃണുയാത് യതിർവനചരഃ ക്വചിത് ശിക്ഷേദ ഹരിണാത് ബദ്ധാൻ മൃഗയോർഗീതമോഹിതാത്. നൃത്യവാദിത്രഗീതാനി ജുഷൻ ഗ്രാമ്യാണി യോഷിതാം ആസാം ക്രീഡനഗോ വശ്യ ഋഷ്യശൃംഗോ മൃഗീസുതാ. ജിഹ്വയാദിപ്രമാദിന്യ ജനോരസവിമോഹിതാ മൃത്യുമൃച്ഛത്യസദ്ബുദ്ധിർമീനസ്തു ബഡിശേർയഥാ. ഇന്ദ്രിയാണി ജയന്ത്യാശു നിരാഹാരാമനീഷിണ വർജയിത്വാ തുരസനം തന്നിരന്നസ്യ വർദ്ധതേ. താവജ്ജിതേന്ദ്രിയോ ന സ്യാദ് വിജിതാന്യേന്ദ്രിയഃ പുമാൻ ന ജയേദ്രസനം യാവജ്ജിതം സർവം ജിതേ രസേ. പിംഗളാ നാമ വേശ്യാസീത് വിദേഹനഗരേ പുരാ തസ്യാമേ ശിക്ഷിതം കിഞ്ചിത് നിബോധ നൃപനന്ദന. സാ സ്വൈരിണ്യേകദാ കാന്തം സങ്കേത ഉപനേഷ്യതി അഭൂത്കാലേ ബഹിർദ്വാരി വിഭ്രതീരൂപമുത്തമം. മാർഗ ആഗച്ഛതോ വീക്ഷ്യ പുരുഷാൻ പുരുഷർഷഭ താൻ ശുൽക്കതാൻ വിത്തവദ കാന്താൻ മേനേർത്ഥകാമുക. ആഗതേഷു ഉപായാദേഷു സാ സാങ്കേതോപജീവിനി
അപ്യന്യോ വിത്തവാൻ കോപി മാമുപൈഷ്യതി ഭൂരിത ഏവം ദുരാശയാദുസ്തനിദ്രാദ്വാര്യവലംബതി നിർഗച്ഛന്തി പ്രവിശതി നിശീതം സമപദ്യത തസ്യാ വിത്താശയാ ശുഷ്യദുക്ത്രായാദീനചേതസ നിർവേദ പരമോ ജജ്ഞേ ചിന്താഹേതുസുഖാവഹ തസ്യാ നിർവിണ്ണചിത്തായ ഗീതം ശൃണുയഥാ മമ നിർവേദാചാപാശാനാം പുരുഷസ്യ യദാഹ്യസേ നഹ്യംഗജാത നിർവേദോ ദേഹബന്ധം ജിഹാസതി യഥാ വിജ്ഞാനരഹിതോ മനുജോ മമദാനൃപ പിംഗളോ വാച അഹോ മേ മോഹവിദതിം പശ്യതാ വിദിതാത്മന യാ കാന്താദസദകാമം കാമയേന ബാലിശ സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അഗാമദം ദുഃഖഭയാദിശോകാ മോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞാ അഹോ മയാത്മാ പരിതാപിതോ വൃഥാ സാങ്കേത്യവൃത്യാദിവിഗർഹ്യവാർത്തയാ സ്ത്രൈണാന്നരാദ്യാർത്ഥതൃശോനുശോച്യാത് ക്രീഡേന വിത്തം രതിമാത്മനേച്ഛതി യദസ്തിഭിർനിർമ്മിതവംശവംശ്യ സ്തൂണം ത്വജാരോമനഖൈവിനദ്ധം ക്ഷരന്നവദ്വാരമകാരമേതദ് വിൺമൂത്രപൂർണം മധുവൈദികാന്യാ വിദേഹാനാം പുരേഹ്യസ്മിന്നഹമേകൈവ മൂഢധി യാന്യമിച്ഛന്ത്യസത്യസ്മാത് ആത്മദാത് കാമമച്യുതാത് സുഹൃത് പ്രേഷ്ടതമോ നാഥ ആത്മാജായം ശരീരിണാം തം വിക്രീയാത്മനൈവാഹം രമേനേന യഥാ രമാ കിയത് പ്രിയം തേ വ്യഭജൻ കാമായേ കാമദാ നരാ ആദ്യന്തവന്തോ ഭാര്യായ ദേവാ വാ കാലവിദ്രുതാ നൂനം മേ ഭഗവാൻ പ്രീതോ വിഷ്ണു കേനാപി കർമ്മണാ നിർവേദോയം ദുരാശായ യന്മേ ജാതസുഖാവഹ മൈവം സ്യുർമന്ദഭാഗ്യായ ക്ലേശാ നിർവേദദേദവാ ഏനാനുബന്ധം നിർഹൃത്യ പുരുഷ ശമവൃച്ഛതി തേനോപകൃതമാദായ ശിരസാ ഗ്രാമ്യസംഗതാ ത്യക്ത്വാ ദുരാശാ ശരണം വ്രജാമി തമദീശ്വരം സന്തുഷ്ടാ ശ്രദ്ധദത്യേതത് യഥാ ലാഭേന ജീവതി വിഹരാമ്യമുനൈവാഹ ആത്മനാരമണേന വൈ സംസാരകൂപേ പതിതം വിഷയേർമുഷിതേക്ഷണം ഗ്രസ്തം കാലാഹിനാത്മാനം കോന്യസ്ത്രാതുമതീശ്വര ആത്മൈവ ഹ്യാത്മനോ ഗോപ്ത നിർവിദ്യേത യഥാഖിലാത് അപ്രമത്ത ഇദം പശ്യേത് ഗ്രസ്തം കാലാഹിനാ ജഗത് ബ്രാഹ്മണ ഉവാച ഏവം വ്യവസിതമതിർദുരാശാം കാന്തദർശജാം ചിത്തോപശമമാസ്തായ ശയ്യാമുപവിവേശസ ആശാ ഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സഞ്ചിന്യകാശായം സുഖം സുഷ്വാവ പിംഗള. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ അഷ്ടമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശസ്കന്ധം 8-ാം അധ്യായത്തിൽ അവധൂത ബ്രാഹ്മണനും യദുമഹാരാജാവും തമ്മിലുണ്ടായ സംവാദം ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ ബ്രാഹ്മണൻ തനിക്ക് 24 ഗുരുക്കന്മാരുണ്ടെന്നും അവരാരെല്ലാമാണെന്നും പറഞ്ഞു. അവയിൽ ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, കപോതം എന്നീ ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തെല്ലാമെന്ന് പറഞ്ഞു. ഈ അധ്യായത്തിൽ അജഗരം മുതൽ 9 ഗുരുക്കന്മാരിൽ നിന്ന് അഭ്യസിച്ച പാഠങ്ങൾ
യദുവിനോട് ഉപദേശിച്ചതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ബ്രാഹ്മണൻ പറയുകയാണ്, ഹേ രാജാവേ, ഇന്ദ്രിയ വിഷയങ്ങളുടെ ചേർച്ച മൂലം ഉണ്ടാകുന്ന സുഖം സ്വർഗത്തിലും നരകത്തിലുമുണ്ട്. നികൃഷ്ട യോനികളിൽ ജനിച്ചവരെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന സൂകരാദികൾക്കും പുത്രകളത്ര സംബന്ധമായ സുഖമുണ്ട്. മലിന വസ്തുക്കളിൽ ജീവിക്കുന്ന പുഴുക്കൾ മുതലായ ചെറുപ്രാണികളും അവയുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും കണ്ടെത്തുന്നു. മലിന വസ്തുക്കൾ ഭക്ഷിക്കുന്ന ജീവികൾക്ക് അവയിൽ നിന്ന് സുഖം ലഭിക്കുന്നു. അതല്ലെങ്കിൽ ആവക വസ്തുക്കൾ അവ വർജിക്കുമല്ലോ. ഒരാളുടെയും ആഗ്രഹവും അപേക്ഷയും കൂടാതെ തന്നെ വരുന്ന ദുഃഖത്തെ തടയാനും കഴിയില്ല. അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കുകയല്ലാതെ ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി പ്രയത്നിച്ച് ആയുസ്സു നശിപ്പിക്കുന്നത് അജ്ഞന്മാരാണ്. ഭക്ഷണം യദൃച്ഛയാ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് വേണ്ടത്. ഇന്ന ഭക്ഷണം ഇത്രത്തോളം വേണം എന്ന് യോഗി സങ്കല്പിക്കില്ല. കുറച്ചോ കൂടുതലോ, രുചിയുള്ളതോ ഇല്ലാത്തതോ ഏതാണ് ലഭിക്കുന്നത് അതനുഭവിക്കുക. ആഹാരത്തിനു വേണ്ടി പരിശ്രമിക്കേണ്ടതില്ല എന്നതിന് അജഗരത്തെ ഉദാഹരിക്കുന്നു. പെരുമ്പാമ്പിൻ്റെ അടുത്ത് ഏതെങ്കിലും ജീവി, അത് ചിലപ്പോൾ വലുതാകാം, ചിലപ്പോൾ വളരെ ചെറുതാകാം, അത് വന്നാൽ അതിനെ ആഹരിക്കും. ഒന്നും വന്നില്ലെങ്കിൽ പട്ടിണിയും കിടക്കും. അങ്ങനെ പട്ടിണി കിടക്കുന്നത് കൊണ്ട് ദേഹം നശിക്കുകയുമില്ല. പ്രാരബ്ധകർമ്മത്തിൻ്റെ ഫലമായ ഈ ശരീരം അതിൻ്റെ അധികാരിയായ പ്രാരബ്ധത്തിനു തന്നെ സമർപ്പിച്ച് കഴിയണം എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. അതായത് ദേഹഭാവന മറന്ന് ആത്മധ്യാനം ചെയ്തുകൊണ്ടിരിക്കണം യോഗി എന്ന് പഠിച്ചത് അജഗരത്തിൽ നിന്ന് ആണ്. അടുത്ത ഗുരു സമുദ്രമാണ്. സമുദ്രത്തിലെ ജലം തെളിഞ്ഞതും ആഴമേറിയതും നിശ്ചലവുമാണ്. തീരത്തോടടുത്ത് മാത്രമല്ലേ തിരമാലകളും മറ്റും ഉണ്ടാവൂ. സമുദ്രത്തിലിറങ്ങി ആഴമളക്കാനോ അതിലെന്തൊക്കെയുണ്ടെന്നറിയാനോ സാധ്യമല്ല. സമുദ്രത്തിൻ്റെ മറുകര കാണാനും പറ്റില്ല. ആത്മസ്വരൂപനായ യോഗിയും അതുപോലെ പ്രസന്നമുഖനും ഗംഭീരാശയനും കാലദേശാവസ്ഥകളാൽ പരിച്ഛേദിക്കപ്പെടാത്തവനും ആയിരിക്കണം. സമുദ്രത്തിലെ നക്രാദികളെപ്പോലെ യോഗിയുടെ തപശക്തിയെ ഭയപ്പെടണം. മഴക്കാലത്ത് തോടും പുഴയും എല്ലാം നിറഞ്ഞൊഴുകി അതെല്ലാം സമുദ്രത്തിലെത്തിച്ചേരുന്നു. വേനൽക്കാലത്ത് ഇവയെല്ലാം വറ്റി വരണ്ട് സമുദ്രത്തിലേക്ക് ഒഴുകാൻ വെള്ളമില്ലാത്ത അവസ്ഥയിലാവും. എന്നാലും ഈ രണ്ട് കാലത്തും സമുദ്രത്തിൻ്റെ പൂർണ്ണാവസ്ഥ ഒരേപോലെ തന്നെ. ഐശ്വര്യാദികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും മുനിയെ സന്തോഷ സന്താപങ്ങൾ ബാധിക്കരുത്. എപ്പോഴും ഒരേ നിലയിൽ പൂർണ്ണതൃപ്തനായി ഈശ്വരധ്യാന തൽപരനായി ഇരിക്കണമെന്ന് സമുദ്രം പഠിപ്പിച്ചു. സ്ത്രീ, ധനം, വസ്ത്രാഭരണാദികൾ ഇവയെല്ലാം സുഖദങ്ങളെന്ന് ധരിച്ച് ഇവ സമ്പാദിക്കാനായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതകാലം കഴിക്കുന്നു മൂഢന്മാർ. ഇവർക്ക് പുരുഷാർത്ഥപ്രാപ്തിയില്ലാതെ നശിക്കേണ്ടി വരുന്നു. ഇത് പഠിപ്പിച്ചത് പാറ്റകളാണ്. അഗ്നി കണ്ട് മോഹിച്ച് പാറ്റകൾ അതിൽ വീണ് നശിക്കുന്നത് പോലെ സ്ത്രീ മുതലായവ കണ്ട് മോഹിച്ച് നശിക്കരുത് എന്ന് പാറ്റകൾ ഉദ്ഘോഷിക്കുന്നു. വണ്ട് സകല പൂക്കളിലും പാറി നടന്ന് അല്പാൽപ്പം തേനെടുക്കുന്നു. ഒന്നിലും ആസക്തി വയ്ക്കുന്നില്ല. ഇതൊരു പാഠമാണ്. ഓരോ ഗൃഹത്തിൽ നിന്നും അല്പാൽപ്പം വാങ്ങി ആർക്കും ഭാരമാകാതെ
തൻ്റെ ശരീരധർമ്മം നിർവഹിക്കണം യോഗി. ഒരു ഗൃഹത്തെ തന്നെ ആശ്രയിക്കാതെ വേണം കാര്യങ്ങൾ നടത്താൻ. ധനികരെയും അധികം ആശ്രയിക്കാൻ പാടില്ല. പൂക്കൾ വലുതോ ചെറുതോ ആകട്ടെ, അതിൻ്റെ സാരമായ തേൻ മാത്രമേ വണ്ടെടുക്കുകയുള്ളൂ. ശാസ്ത്രങ്ങളിൽ നിന്ന് അതിൻ്റെ സാരത്തെ മാത്രം സ്വീകരിക്കണം എന്നാണ് വണ്ട് നൽകുന്ന പാഠം. തേനീച്ചകൾ പൂക്കൾ തോറും പറന്ന് തേൻ ശേഖരിച്ച് സൂക്ഷിച്ചു വയ്ക്കുന്നു. ജനങ്ങൾ തേനെടുക്കുമ്പോൾ തേനീച്ചകൾക്ക് നാശം സംഭവിക്കുന്നു. തേൻ ഇങ്ങനെ കൂട്ടിവച്ചതുകൊണ്ടാണ് അവയ്ക്ക് ഉപദ്രവം നേരിടേണ്ടി വന്നത്. ഭിക്ഷുവിന് കിട്ടുന്ന അന്നം കഴിക്കുകയല്ലാതെ നാളേക്ക് എന്ന് കണക്കാക്കി കരുതി വയ്ക്കരുത്. ഭക്ഷണം വാങ്ങാൻ പാത്രം തൻ്റെ കയ്യും സൂക്ഷിക്കാനുള്ള പാത്രം വയറും ആയിരിക്കണം. വൈകിട്ടത്തേക്ക് നാളത്തേക്ക് എന്നു കരുതി സൂക്ഷിച്ചു വയ്ക്കുന്ന ഭിക്ഷുവും തേനീച്ചകൾ തേനോടുകൂടി നശിക്കുന്നത് പോലെ നശിച്ചു പോകും എന്ന് തേനീച്ചകളിൽ നിന്ന് പഠിച്ചു. ആർക്കും കൊടുക്കാതെയും താൻ അനുഭവിക്കാതെയും ലുബ്ധൻ സൂക്ഷിച്ചു വയ്ക്കുന്ന ധനം മറ്റുള്ളവർ അപഹരിക്കും എന്ന് പഠിപ്പിച്ചത് തേനെടുക്കുന്നവനാണ്. തേനീച്ചകൾ അല്പാൽപമായി പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന തേൻ അവ കൂടുണ്ടാക്കി അതിൽ സൂക്ഷിക്കും. തേനെടുക്കുന്നവൻ യോജിച്ച സമയത്ത് അത് മുഴുവൻ എടുക്കുന്നു. ലുബ്ധൻ്റെ ധനത്തിനും ഇത് തന്നെയാണ് ഗതി. ഗ്രാമ്യഗീതം ന ശൃണുയാത് യതിർവനചര ക്വചിത് ശിക്ഷേത ഹരിണാത് ബദ്ധാൻ മൃഗയോർഗീതമോഹിതാത്. വേടൻ ചുറ്റും വലവിരിച്ച് മറഞ്ഞിരുന്ന് പാട്ടുപാടും. ഈ ശബ്ദത്താൽ മോഹിക്കപ്പെട്ട മാൻ ഓടി വന്ന് വേടൻ്റെ ഇരയായിത്തീരുന്നു. സ്ത്രീകളുടെ പാട്ടിലും കളികളിലും രസിച്ച ഋഷ്യശൃംഗ മഹർഷി സ്ത്രീവശകനായി ഭവിച്ചത് ഇതിനുദാഹരണമാണ്. അതിനാൽ മനസ്സിൽ രാഗാദിവൃത്തികളെ വർദ്ധിപ്പിക്കുന്ന പ്രാകൃത പാട്ടുകൾ കേൾക്കരുത്. ഭഗവത് ഭക്തിയെ ജനിപ്പിക്കുന്ന ഗാനങ്ങൾ കേൾക്കുന്നതിന് വിരോധമില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഗ്രാമ്യഗീതം എന്ന് ബ്രാഹ്മണൻ പറഞ്ഞത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സീരിയലുകൾ മുതലായവയും ഗ്രാമ്യഗീതത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സ്ത്രീ സ്പർശനം ആഗ്രഹിക്കുന്നത് നാശഹേതുവാണെന്ന പാഠം ആനയിൽ നിന്നാണ് പഠിച്ചത് എന്ന് ബ്രാഹ്മണൻ യദു മഹാരാജാവിനോട് പറഞ്ഞു. പിടിയാനയുടെ ശരീരസംഗം ആഗ്രഹിച്ച കൊമ്പനാന വാരിക്കുഴിയിൽ വീണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു. സ്ത്രീ സംസർഗ നിമിത്തം പുത്രമിത്ര കളത്രാദി ഭാരവാഹിയായ സംസാരകൂപത്തിൽ വീണ് നശിക്കും. പരകളത്രത്തെ സ്വന്തമാക്കാൻ വേണ്ടി ചിലർ ആഗ്രഹിച്ച സ്ത്രീയുടെ ഭർത്താവിനെ കൊല്ലാനും മടിക്കാറില്ല. അതുകൊണ്ട് സ്ത്രീയുടെ മരപ്രതിമയെപ്പോലും സന്യാസി കാലുകൊണ്ട് പോലും സ്പർശിക്കരുത്. നാവ് അധികം ശക്തിയുള്ള ഇന്ദ്രിയമാണ്. ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവുമാണത്. ചൂണ്ടലിൽ കോർത്ത മാംസത്തെ ആഗ്രഹിച്ച മത്സ്യം മാംസത്തെ വായിലാക്കുന്നതോടെ അതിൻ്റെ കൊളുത്തിൽ കുടുങ്ങി മരണത്തിൻ്റെ വായിലാണ് അകപ്പെടുന്നത്. നാവിനെയാണ് ജയിക്കേണ്ടതെന്ന പാഠം മത്സ്യത്തിൽ നിന്ന് പഠിച്ചു. ജിഹ്വയെ ജയിക്കാൻ പട്ടിണി കിടന്നതുകൊണ്ട് കാര്യമില്ല. ആഹാരത്തിൻ്റെ സ്വാദിൽ ശ്രദ്ധിക്കാതെ ശരീരപോഷണത്തിന് ആവശ്യമായ ആഹാരം കഴിക്കണം. ജിഹ്വയെ ലാളിക്കരുതെന്നർത്ഥം. താവജ്ജിതേന്ദ്രിയോ ന സ്യാത് വിജിതാന്യേന്ദ്രിയഃ പുമാൻ ന ജയേദ്രസനം യാവജ്ജിതം സർവം ജിതേരസേ. മറ്റുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചാലും ജിഹ്വയെ ജയിക്കാത്തവൻ ജിതേന്ദ്രിയനല്ല. നന്നായി പരിശ്രമിച്ച് ജിഹ്വയെ ജയിക്കണം, എന്നാൽ എല്ലാം ജയിച്ചു. അവധൂത ബ്രാഹ്മണൻ
ഇനി പിങ്കള എന്ന ഒരു വേശ്യാസ്ത്രീയുടെ കഥയാണ് പറയുന്നത്. മിഥിലാപുരിയിലാണ് പിങ്കള വസിച്ചിരുന്നത്. ഒരു ദിവസം രാത്രി ഇവൾ അണിഞ്ഞൊരുങ്ങി ആരെയും മോഹിപ്പിക്കുന്ന വേഷത്തോടെ വീട്ടുവാതിൽക്കൽ കാത്തുനിന്നു. സുന്ദരനും ധനവാനും ശക്തനുമായ ഏതെങ്കിലും ഒരു പുരുഷനെ തൻ്റെ ഗൃഹത്തിലേക്ക് നയിച്ച് അവനോടൊത്ത് രമിച്ച് ധനം സമ്പാദിക്കണം എന്ന ഉദ്ദേശ്യത്തോടെയാണ് കാത്തുനിൽപ്പ്. വഴിയിൽ കൂടി പോകുന്ന ഓരോരുത്തരെയും നിരീക്ഷിച്ച് ഇവൻ യോഗ്യൻ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് അയാൾ പോയിട്ടുണ്ടാവും. ആശ കൈവിടാതെ ഇതിലും നല്ലവൻ ഇനിയും വരും. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് സമയം കടന്നുപോയി. അവൾ അകത്തേക്ക് പോകും, കുറച്ച് കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് വരും. ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞു. ദുഃഖവിവശയായ അവളുടെ മുഖം വാടി, തൊണ്ട വറ്റി വരണ്ടു. ദൈവാനുഗ്രഹമെന്നേ പറയേണ്ടു. പെട്ടെന്ന് അവൾക്ക് പരമവൈരാഗ്യമുണ്ടായി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പിങ്കളയ്ക്ക് ഭാഗ്യം ലഭിച്ചു. ആശാപാശങ്ങൾ മുറിച്ചു കളയാൻ വാളിൻ്റേതുപോലെ മൂർച്ചയുള്ള വൈരാഗ്യത്തിന് ശക്തിയുണ്ട്. ദേഹബന്ധം ഹേതുവായ ആശാപാശത്തെ മുറിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് വൈരാഗ്യം മൂലമാണ്. വൈരാഗ്യത്താൽ വിജ്ഞാനമുണ്ടാകും, മമത നശിക്കും. അതിനാൽ ഇവളുടെ ഗാനസാരം അങ്ങയ്ക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. പിങ്കള പറയാണ്, ഞാൻ അറിവില്ലാത്തവൾ തന്നെ. നിസ്സാരനായ ഒരുവനിൽ നിന്ന് സംതൃപ്തി കാക്ഷിച്ചുവല്ലോ. മനസ്സിനെ അടക്കാതിരുന്നതാണ് എൻ്റെ ഈ മോഹത്തിനു കാരണം. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. ഹൃദയസ്ഥിതനായ ഭഗവാനായ പുരുഷനെവിടെ? അന്യനായ തുച്ഛപുരുഷനെവിടെ? പരമാനന്ദ സ്വരൂപനും ലക്ഷ്മീപതിയും സകല ഐശ്വര്യത്തെയും നൽകുന്നവനും ഹൃദയസ്ഥിതനും ആയ ഭഗവാൻ അന്തര്യാമി രൂപേണ ഒന്നിച്ചിരുന്ന് എപ്പോഴും രമിപ്പിക്കുന്നു, ആനന്ദത്തിൽ മുക്കുന്നു. നശ്വരനും ദരിദ്രനും ശോകമോഹത്തെ നൽകുന്നവനുമായ തുച്ഛനെ ആഗ്രഹിച്ച ഞാൻ മൂഢ തന്നെ. അഹോ കഷ്ടം! രോഗാദിബാധകളാൽ എപ്പോഴും ദുഃഖിക്കുന്നവനോട് ചേരുന്നതുകൊണ്ട് ദുഃഖമല്ലാതെ സുഖമുണ്ടാവുമോ? ഇത്തരക്കാരിൽ നിന്ന് ഞാൻ കാമപൂർത്തിയും സുഖവും ആഗ്രഹിച്ചല്ലോ. ജീവിതവൃത്തിക്ക് എന്തെല്ലാം ഉപായങ്ങളുണ്ട്. നിന്ദ്യമായ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കേണ്ടല്ലോ. ഒരുവൻ്റെ പണം വാങ്ങി ശരീരത്തെ വിൽക്കുക, ഇത് സാധിച്ചില്ലല്ലോ എന്ന് കരുതി ദുഃഖിച്ചത് എൻ്റെ അറിവില്ലായ്മയല്ലാതെ മറ്റെന്താണ്? യദസ്തിഭിർനിർമ്മിത വംശവംശ്യസ്ഥൂണം ത്വചാരോമനഖൈഃ പിനദ്ധം ക്ഷരന്നവദ്വാരമകാരമേതദ്വിണ്ണൂത്രപൂർണം മധുപൈതി കാന്യ. ഈ ശരീരത്തെ മുളയും മറ്റും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു പുരയോട് ഉപമിക്കുന്നു പിങ്കള. ദേഹമാകുന്ന വീടിന് മുതുകത്തെ എല്ലുമോന്തായം, വാരിയെല്ലുകൾ കഴുക്കോലുകൾ, കൈകാലുകൾ തൂണുകൾ, രോമങ്ങൾ നഖങ്ങൾ തോൽ മുതലായവ മേൽക്കൂര, വിയർപ്പ് മൂത്രം മലം തുടങ്ങിയ അശുദ്ധ സാധനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നവദ്വാരങ്ങളാകുന്ന പ്രവേശനമാർഗങ്ങൾ. ഇങ്ങനെയുള്ള ഈ ശരീരത്തെ വാസനാദ്രവ്യങ്ങളും ആടയാഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ച് മനോഹരമെന്ന് കരുതി അതിനോട് ചേർന്ന് രമിക്കാൻ ഞാനല്ലാതെ മറ്റാരെങ്കിലും ആഗ്രഹിക്കുമോ? എൻ്റെ അറിവില്ലായ്മ ചെറുതൊന്നുമല്ല. വിദേഹാനാം പുരേഹ്യസ്മിന്നഹമേകൈവ മൂഢധീ യാന്യമിച്ഛന്ത്യസത്യസ്മാദാത്മദാത് കാമമച്യുതാത്. ഇത് വിദേഹന്മാരുടെ പുരിയാണ്.
ദേഹാത്മഭാവം ഇല്ലാത്തവരാണ് വിദേഹന്മാരെന്നത് പ്രസിദ്ധവുമാണ്. അങ്ങനെയുള്ള ഈ നഗരത്തിൽ ഇത്ര പൊട്ടബുദ്ധിയോടുകൂടിയ ഞാനൊരുത്തിയേ ഉണ്ടാവൂ. ആനന്ദസ്വരൂപനും നാശരഹിതനും ആത്മതനും ആയ ഭഗവാൻ ദേഹമാകുന്ന ഈ വീട്ടിൽ എപ്പോഴും വസിക്കുന്നു. അങ്ങനെയുള്ള ആ പുരുഷോത്തമനെ ആദരിക്കാതെ കുലടയായ ഞാൻ അന്യപുരുഷനെ കാംക്ഷിച്ചത് എന്ത് കഷ്ടമായിപ്പോയി. പരമാത്മാവ് ചൈതന്യമൂർത്തിയായി ദേഹത്തിൽ വിളങ്ങിയില്ലെങ്കിൽ ഈ ശരീരത്തെ ഒരുത്തനും തിരിഞ്ഞു നോക്കില്ല. പ്രിയപ്പെട്ടവനും പരമബന്ധുവും നാഥനുമായ ഭഗവാനായി ഈ ദേഹത്തെ സമർപ്പിച്ച് മഹാലക്ഷ്മി വിഷ്ണുവിനോടെന്ന പോലെ ഞാനും എൻ്റെ ഹൃദയവാസിയായ പരമാത്മാവിനോടൊത്ത് ഇനിയുള്ള കാലം ആനന്ദിക്കും. കാമാദികളായ വിഷയങ്ങളും അവ നൽകുന്ന മനുഷ്യരും ദേവന്മാരും ഉൽപ്പത്തി നാശമുള്ളവരും കാലഭയത്താൽ ഓടിക്കപ്പെടുന്നവരും തന്നെ. അങ്ങനെയുള്ളവർ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് എന്തു നന്മയെ സുഖത്തെ നൽകാൻ ത്രാണിയുള്ളവരാണ്? ഭാര്യയെ ഭരിക്കാൻ ശക്തിയോ വൈഭവമോ ഈ പരമാത്മാവായ ഭഗവാനല്ലാതെ മറ്റാർക്കാണുള്ളത്? ജന്മസാഫല്യം വരുത്തുന്ന മോക്ഷഹേതുവായ വൈരാഗ്യമുണ്ടാകാൻ തക്ക ഭഗവത് കാരുണ്യം എനിക്ക് ലഭിച്ചു. എന്തെങ്കിലും ഒരു പുണ്യകർമ്മം എന്നാൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഭാഗ്യവതിയായി. സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ വീണ് ആശകളാകുന്ന പൊടികൾ നിറഞ്ഞ മനസ്സാകുന്ന കണ്ണിൻ്റെ കാഴ്ച നശിച്ച് കാലസർപ്പദംശനമേറ്റ ഈ അവിവേകിയെ രക്ഷിക്കാൻ മറ്റാർക്കാണ് സാധിക്കുക? അതുകൊണ്ട് ആ പരമാത്മാവിനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. വൈരാഗ്യപ്രാപ്തിയാൽ ഈ ലോകം മുഴുവൻ കാലസർപ്പത്താൽ ഗ്രസിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുമ്പോൾ ആ പരമാത്മാവ് തന്നെ ജീവികളുടെ ദുഃഖങ്ങളെ തീർത്ത് രക്ഷിക്കും എന്ന് മനസ്സിലാക്കി പിങ്കള. ഇങ്ങനെ ജ്ഞാനപ്രാപ്തിയുണ്ടായ പിങ്കള ദുരാശയെല്ലാം മാറ്റി സുഖമായി മനസ്സമാധാനത്തോടെ കിടന്നു. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സഞ്ചിദ്യ കാന്താശാം സുഖം സുഷ്വാപ പിങ്കള. ദുഃഖകാരണം ആശയും പരമസുഖം തരുന്ന പരമബന്ധു നൈരാശ്യവുമാണ്. കാന്താശയുണ്ടായിരുന്നപ്പോൾ ദുഃഖിതയും അസ്വസ്ഥയുമായിരുന്നു. അതിനാൽ ആശ ശത്രു തന്നെ. ആശ മനസ്സിൽ നിന്ന് തീരെ കളഞ്ഞാൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. വേശ്യയിൽ നിന്ന് പഠിച്ച പാഠം പറഞ്ഞുകൊണ്ട് ഈ അധ്യായം ഉപസംഹരിച്ചിരിക്കുന്നു. പരമാത്മാവായ ആ ഭഗവാന്റെ തൃപ്പാദം ഹൃദയത്തിൽ ഉറപ്പിച്ച് ആ ഭഗവാനോടുകൂടി രമിക്കാൻ നമുക്കും കഴിയട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എൻ്റെ എല്ലാ വാക്കുകളും ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും ചരണകമലങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.